അപ്പോൾ പ്രിയപ്പെട്ടവരെ, സംസ്ഥാനത്തെ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ ക്ഷാമമുണ്ട്. കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഡോക്ടർമാരുടെ എണ്ണത്തിൽ കുറവ്. മലപ്പുറത്തും കോഴിക്കോടും 7000 രോഗികൾക്ക് ഒരു ഡോക്ടർ മാത്രമാണുള്ളത്. സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ എണ്ണത്തിലും കുറവുണ്ട്. ആശാപ്രവർത്തകരുടെ എണ്ണത്തിലും കുറവുണ്ടായിട്ടുണ്ടെന്നും CAG റിപ്പോർട്ടിൽ പറയുന്നു. VS രഞ്ജിത്തോട് കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, ഇന്ന് ലോകാരോഗ്യ ദിനമാണ്. അപ്പോൾ ആരോഗ്യ ദിനത്തിൽ തന്നെയാണ് ആ റിപ്പോർട്ട് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും. നമ്മുടെ ആരോഗ്യ വകുപ്പിലെ പ്രത്യേകിച്ച് ചില സർക്കാർ ആശുപത്രികൾക്ക് വേണ്ടത്ര ആരോഗ്യമില്ലെന്ന് തോന്നുന്നു, അല്ലേ VS രഞ്ജിത്ത്? ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. നമ്മൾ ഈ ലോകാരോഗ്യ ദിനത്തിലാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ പല സർക്കാർ ആശുപത്രിക്കും വേണ്ടത്ര ആരോഗ്യമില്ലെന്ന് തോന്നുന്നു, അല്ലേ? ഡോക്ടർ അരുൺകുമാർ, ഈ CAG റിപ്പോർട്ട് കേരളത്തിൽ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് ലോക ആരോഗ്യ ദിനമാണ്. കേരളം ആരോഗ്യ ദിനം ആചരിക്കുന്നു. അതോടൊപ്പം നമ്പർ 1 കേരളം എന്ന്, ആരോഗ്യ കേരളം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ CAG റിപ്പോർട്ടിലുള്ള കണ്ടെത്തലുകൾ അത് വളരെ ഗുരുതരമായ കാര്യങ്ങളാണ്. 2021 കണക്കാണ് ഇപ്പോൾ CAG പുറത്തുവിട്ടിട്ടുള്ളത്. പക്ഷേ ആ അവസ്ഥയിൽ നിന്ന് ഇപ്പോഴും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ആ കണക്കുകൾ സൂചിപ്പിക്കുന്ന ഇപ്പോഴും അതുപോലെ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. ഏകദേശം 5400 സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ കുറവ് നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ ഉണ്ട് എന്നുള്ളതാണ്. ആകെ അനുവദിക്കപ്പെട്ട 46,000 പരം പോസ്റ്റുകളിൽ 5400ഓളം പോസ്റ്റുകൾ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ കാര്യത്തിൽ ഒഴിഞ്ഞുകിടക്കുന്നു. അതുപോലെ തന്നെയാണ് ഓരോ ജില്ലകൾ തിരിച്ചുള്ള ഡോക്ടർ രോഗി അനുപാതം പുറത്തുവിടുന്നു. അതിലേറ്റവും കുറഞ്ഞ ഡോക്ടർ രോഗി അനുപാതം മുതൽ പത്തനംതിട്ടയിലാണ്. അവിടെ ഒരു ഡോക്ടർക്ക് ഏകദേശം 3400ഓളം പേഷ്യൻസ്, രോഗികൾ ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അത് കോഴിക്കോട്ട് എത്തുമ്പോഴേക്കും അതിൻ്റെ ഇരട്ടിയാണ്. ഒരു ഡോക്ടർക്ക് 7400 രോഗികൾ എന്നുള്ളതാണ് കോഴിക്കോട്ടെ കണക്ക്. മലപ്പുറത്തും കാസർകോട്ടും കണ്ണൂരിലുമൊക്കെ സമാനമായ, അതായത് വടക്കൻ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ അനുപാതം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ കണക്ക് നമ്മൾ രാജ്യാന്തര തലത്തൊരു സ്റ്റാൻഡേർഡ് ലോകാരോഗ്യ സംഘടന ഫിക്സ് ചെയ്തിട്ടുണ്ട്. 1000 രോഗികൾക്ക് ഒരു ഡോക്ടർ എന്നുള്ളതാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള കണക്ക്. അതിന് വിഭിന്നമായി കേരളത്തിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യമുണ്ട്. ഇത് ആശുപത്രികളുടെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്നു. രോഗികൾക്ക് കൃത്യമായ സേവനം ലഭ്യമാകാതെ വരുന്നു എന്നുള്ളതൊക്കെ അതിൻ്റെ ഭാഗമായി വരുന്നതായി. ഇത് ഡോക്ടർമാരുടെ എണ്ണത്തിൽ മാത്രമല്ല, നഴ്സുമാരുടെ എണ്ണത്തിലും ആശാപ്രവർത്തകരുടെ എണ്ണത്തിൽ പോലും ഇത്തരത്തിൽ കുറവുകളുണ്ട്. കോഴിക്കോട്ട് 33% ഒഴിവുകൾ, ആശാപ്രവർത്തകരുടെ ഒഴിവുകൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്നാണ് CAG റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രവുമല്ല, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ സർക്കാർ സർവീസിൽ നിന്ന് പല ഡോക്ടർമാരും അവർ ഒഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. വേണ്ടത്ര ശമ്പളമില്ലാത്ത കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വകാര്യ മേഖലയിലേക്ക് ഡോക്ടർമാർ പോകുന്നതും ഈ ഒരു പ്രതിസന്ധിക്ക് കാരണമാകുന്നുണ്ട്. KGMO ഒക്കെ ഈ വിഷയം മുൻനിർത്തിക്കൊണ്ട് സർക്കാരിന് ഒരുപാട് നിവേദനങ്ങളൊക്കെ സമർപ്പിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മുടെ ആരോഗ്യ കേരളം ഒന്നുകൂടി ഉയർന്നു നിൽക്കണമെങ്കിൽ ഈ അനുപാതത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേക പരിഗണന ഉണ്ടാവണം എന്നുള്ളതാണ് ഈ ആരോഗ്യ ദിനത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു. VS രഞ്ജിത്താണ് പ്രേക്ഷകരിലേക്ക് ഈ വാർത്ത എത്തിച്ചിരിക്കുന്നത്. CAGയുടെ റിപ്പോർട്ടാണ്. വേണ്ടത്ര ഡോക്ടർമാരില്ലാത്തത് ആരോഗ്യ മേഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്.